AT ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓഹരി വിപണി അല്പം ക്ഷീണത്തിലാണ്. ട്രേഡ് ചെയ്യാനൊന്നും കഴിയാതെ പല നിക്ഷേപരും ബുദ്ധിമുട്ടുന്നത് നമുക്ക് കാണാവുന്നതാണ്. അതേപോലെ തന്നെ ചിലരൊക്കെ കിട്ടുന്ന പണവുമായി രക്ഷപ്പെടുന്നുമുണ്ട്. എന്നാൽ ഈ ഒരു സാഹചര്യം ചൂഷണം ചെയ്തുകൊണ്ട് ഒരുപാട് വീഡിയോകൾ നമുക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് പല സമൂഹ മാധ്യമങ്ങളിലാണെങ്കിലും നമ്മൾ കാണുന്നുണ്ട്. ലൈക്ക് ഏതെങ്കിലും ഒരു ചെറിയ ഓഹരിയിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് വലിയ എമൗണ്ടുകൾ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് റീലുകൾ ദിവസവും വരുവാണ്. അപ്പം പലരും ഇതിൽ ചെന്ന് പെട്ടുപോകാറുമുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഈ ഒരു ചെറിയ ഓഹരിയിൽ നിക്ഷേപിച്ചാൽ അത് എത്രമാത്രം ഗുണം ചെയ്യും, അത് നല്ലതാണോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പം പെനി സ്റ്റോക്ക്, അപ്പം വളരെ ചെറിയ ഓഹരികൾ നിക്ഷേപിക്കുന്ന പെനി സ്റ്റോക്ക് പോലെ അത് വളരെ നല്ല കാര്യമാണോ ഈ ഒരു സാഹചര്യത്തിൽ? അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് പെനി സ്റ്റോക്ക് എന്ന് നോക്കാം. പെനി സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു 10 രൂപ അല്ലെങ്കിൽ 20 രൂപ, നോർമലി നമുക്ക് പറയാം 10 രൂപയെ താഴെയുള്ള ഓഹരികളാണ് പെനി സ്റ്റോക്ക് എന്ന് പറയാം. പക്ഷേ എപ്പോഴും നമുക്ക് ഈ 10 രൂപ എന്ന് പറഞ്ഞ് പിടിക്കാൻ പറ്റില്ല. കാരണം വിപണി മൂല്യം 500 കോടിയിൽ താഴെ എന്നും കൂടി നമ്മൾ ഒരു കണ്ടീഷൻ കൊടുക്കേണ്ടി വരും. ഇതുപോലെ നമുക്ക് ഒരു പെന്നി സ്റ്റോക്സിന് അല്ലെങ്കിൽ പെന്നി സ്റ്റോക്കിന് നമ്മൾ ചില ക്യാരക്ടറിസ്റ്റിക്സ് പറയേണ്ടി വരും, ചില ലക്ഷണങ്ങൾ പറയേണ്ടി വരും. അപ്പോൾ ഒന്ന് എന്താണ്, അത് 10 രൂപയിൽ താഴെ ആയിരിക്കണം. വേണമെങ്കിൽ നമുക്ക് 20 രൂപയിൽ താഴെ എന്നും കൂടി റഫായിട്ട് പറയാം. വിപണി മൂല്യം 500 കോടി താഴെ ആയിരിക്കണം. കൂടാതെ ഇത്തരം സ്റ്റോക്കുകളിൽ വലിയ ചാഞ്ചാട്ടമായിരിക്കും. ഇതിൻ്റെ വിൽപ്പന നടക്കുമ്പോൾ വലിയ ചാഞ്ചാട്ടമായിരിക്കും. കാരണം കുറേയധികം സ്പെക്കുലേഷൻ ട്രേഡിംഗ് നടക്കുന്നത് കൊണ്ട് അപ്പ് ആൻഡ് ഡൗൺ വളരെ വേഗത്തിലായിരിക്കും. പിന്നെയോ ഇത്തരം ഓഹരികളിൽ വിൽപ്പന വളരെ താരതമ്യേന കുറവായിരിക്കും. എന്ന് വെച്ചാൽ കുറച്ച് ആരെങ്കിലുമൊക്കെ കടന്നു വന്ന് കുറച്ച് വിൽപ്പന നടത്തും, പിന്നെ അങ്ങ് പോവും. അങ്ങനെ നിരന്തരം വിൽപ്പനയുള്ള ഒരു വോള്യൂം ജനറേറ്റ് ചെയ്യുന്ന ഒരു വോള്യൂം ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു ഓഹരിയാണ്. പിന്നെ അവസാനമായിട്ട് ഈ ഓഹരിയെക്കുറിച്ച് വ്യക്തമായ ഇൻഫർമേഷനും നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ലക്ഷണങ്ങളൊക്കെ വെച്ചുള്ള ചില ഓഹരികൾ നമുക്ക് എന്ത് പറയാം, ഈ പെന്നി സ്റ്റോക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പം എന്തുകൊണ്ടായിരിക്കും ഈ പെന്നി സ്റ്റോക്ക് ആകർഷകമാകുന്നത്? ഇപ്പോൾ സാർ തന്നെ പറഞ്ഞു വിൽപ്പന വളരെ കുറവായിരിക്കും എന്ന്. പക്ഷേ എന്നാലും പെന്നി സ്റ്റോക്ക് വളരെ ആകർഷകമായി നിൽക്കുന്ന ഒരു സംഭവമാണോ? അതിന് കാരണം എന്താ വെച്ചാൽ, നീ ആലോചിച്ച് നോക്ക്, ഒരു ഓഹരിയുടെ വില 2000 രൂപ, ഒരു ഓഹരിയുടെ വില 2 രൂപ. 2 രൂപയുടെ ഓഹരി നമുക്ക് എന്ത് ചെയ്യാം, ഒരു 1000 എണ്ണം വാങ്ങണമെങ്കിൽ നമുക്ക് എത്ര പൈസ മതി? 2000 രൂപ മതി. പക്ഷേ 2000 രൂപയുടെ ഓഹരി വാങ്ങാൻ ഒന്നല്ല പറ്റുള്ളൂ. അപ്പോൾ 2000 രൂപയുടെ ഓഹരി, ഒരു ഓഹരിയിൽ 10 രൂപ കൂടിയാൽ നമുക്ക് എത്ര രൂപയെ ലാഭം കിട്ടുന്നുള്ളൂ? 10 രൂപയെ ലാഭം കിട്ടുന്നുള്ളൂ. എന്ന് വെച്ചാൽ 2010 ആവും, 10 രൂപയെ ലാഭം കിട്ടുന്നുള്ളൂ. അതേ സമയത്ത് ഈ 2 രൂപയുടെ ഓഹരിയിൽ നീ ആലോചിച്ച് 1 രൂപ കൂടി എത്ര കിട്ടും? 3 ആയില്ലേ? അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് എത്രയായി? 1000 രൂപ പ്രോഫിറ്റായി. അപ്പം അതിവേഗം പ്രോഫിറ്റ് എന്ത് കിട്ടും? ഈ പെന്നി സ്റ്റോക്കിൽ നിക്ഷേപിച്ചാൽ കിട്ടും. ഇപ്പോൾ 2000 ഓഹരികൾ, ഇപ്പം 2 രൂപയുടെ 2000 ഓഹരി വാങ്ങിക്കഴിഞ്ഞാൽ 2 രൂപ കൂടിയാൽ അയാൾക്ക് 4000 രൂപ കിട്ടുന്നു. അപ്പം ഈ വളരെ എളുപ്പത്തിൽ ഈ പുതിയ കടന്നു വരുന്ന നിക്ഷേപകരുണ്ടല്ലോ, വളരെ കുറച്ച് പണമായിട്ട് മാർക്കറ്റിലേക്ക് കടന്നു വരുന്ന നിക്ഷേപകർക്ക് ഏറ്റവും ആകർഷകമാകുന്ന ഇത്തരം പെന്നി സ്റ്റോക്കുകളാണ്, ചെറുകിട സ്റ്റോക്കുകളാണ്. അവരെന്ത് ചെയ്യും? അത്തരം സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കും. വളരെ സിമ്പിളാണ്. വൻകിട ഓഹരികൾക്ക്, നല്ല ഓഹരികൾക്ക് നല്ല പണം കൊടുക്കണം, ചെറിയ ഓഹരികൾ നമുക്ക് കിട്ടും. പിന്നെ ഇവർ പ്രതീക്ഷിക്കുന്നത് എന്താ, എപ്പോഴും ഹൈ റിട്ടേൺ ആണ്. എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ 1000 സ്റ്റോക്ക് ഉണ്ട്, ഒരു സ്റ്റോക്കിൽ 1 രൂപ കൂടിയാൽ തന്നെ എനിക്ക് 1000 രൂപ കിട്ടിയില്ലേ? ഈ ഒരു പോയിൻ്റാണ് അവരെപ്പോഴും ചിന്തിക്കുന്നത്. പിന്നെയോ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൻ്റെ ലക്ഷണങ്ങളിലൊന്ന് പറഞ്ഞു, ചാഞ്ചാട്ടം. ഈ ചാഞ്ചാട്ടം ഒരു ഇൻട്രാഡേക്ക് വരുന്ന അല്ലെങ്കിൽ ഒരു ഷോർട്ട് ട്രേഡിങ്ങിന് വരുന്ന ഒരാൾക്ക് വളരെ ഉപകാരപ്രദമാണ്. കാരണം എന്താ, കുറഞ്ഞ സമയത്ത് വാങ്ങാം, കൂടിയ സമയത്ത് വിൽക്കാം. അപ്പോൾ ഈ അപ്പ് ആൻഡ് ഡൗൺ കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കുന്നു എന്നതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്വിംഗ് ട്രേഡിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രേഡിങ്ങിന് വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇൻട്രാഡേക്ക് വരുന്ന ആളുകളെ ഈ ഓഹരികൾ, കുഞ്ഞു കുഞ്ഞു ഓഹരികൾ പെട്ടെന്ന് ആകർഷിക്കും. അപ്പോൾ ഇങ്ങനെ കുറേ കാരണങ്ങൾ കൊണ്ട് ചെറുകിടക്കാർക്ക് ഏറ്റവും ആകർഷകമായിട്ട് മാറുന്നതാണ് ഈ പെന്നി സ്റ്റോക്സ്. ഏറ്റവും ആകർഷണം എന്ന് പറയുന്നത് കുറഞ്ഞ വിലയാണ്. കുറഞ്ഞ വിലയ്ക്ക് മാക്സിമം സ്റ്റോക്ക് കിട്ടുകയാണ്. അപ്പോൾ ഒന്നിൽ പ്രോഫിറ്റ് കിട്ടുമ്പോൾ മാക്സിമം റിട്ടേൺ കിട്ടുമെന്ന് പറയുന്ന ഒരു സാമാന്യ ബോധമാണ് ഇതിനെ ആകർഷിക്കാൻ പ്രധാനപ്പെട്ട കാരണം. അപ്പം ഈ പെന്നി സ്റ്റോക്ക് പോലുള്ളത് വാങ്ങണ്ട എന്നാണോ അതിൻ്റെ ഒരു രീതിയിലേക്ക് എത്തുന്നത്, അതോ കുറച്ചും കൂടിയും ശ്രദ്ധിച്ചൊക്കെ മുന്നോട്ട് പോകണം എന്നാണോ? എന്ന് വെച്ചാൽ പെന്നി സ്റ്റോക്കിലെ ഏറ്റവും വലിയ അപകടം എന്ന് വെച്ചാൽ, ചിലപ്പോൾ നമ്മുടെ ഈ പണം തന്നെ മുഴുവനായിട്ട് നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ പെർഫോമൻസ് നമുക്ക് അറിഞ്ഞുകൂടാ. പലപ്പോഴും ഇതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിളാണ്. നമ്മുടെ കൺട്രോളിലൊന്നുമില്ല. ആരൊക്കെയോ ചില ബാഹ്യ ശക്തികളാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ് ഒരു ഓഹരി പെന്നി സ്റ്റോക്കായിട്ട് മാറുന്നത്? പെന്നി സ്റ്റോക്കായിട്ട് മാറുന്നത് സുപ്രഭാതത്തിലാവുകയല്ല ചെയ്യുന്നത്.
അത് നഷ്ടത്തിലായി എന്ന് വെച്ചാൽ ഇതിൻ്റെ ഗവേണൻസ് എന്ന് പറയുന്ന ഈ കമ്പനിയുടെ നടത്തിപ്പിലെ പിടിപ്പുകേട് കൊണ്ടാണ് പതുക്കെ ഒരു കമ്പനി ഇങ്ങനെ ചെറുതായി പോകുന്നത്. അല്ലെങ്കിലോ ചിലർ ബോധപൂർവം പണം തട്ടിയെടുക്കണമെന്ന ഒരു ബുദ്ധിയോടുകൂടി കുഞ്ഞു കമ്പനികൾ ഉണ്ടാക്കുന്നതാണ്. ഈ രണ്ട് സിനാരിയോയിലും ഇവരുടെ ലക്ഷ്യം അല്ലെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അത്ര സുതാര്യമൊന്നുമല്ല. അപ്പോൾ ഇത്തരം കമ്പനികളാണ് അധികം പെന്നി സ്റ്റോക്കായിട്ട് വരുന്നത്. ഭൂരിഭാഗം കമ്പനികളും നമുക്ക് വ്യക്തമായ അറിവില്ലാത്ത കമ്പനികളാണ്. അപ്പോൾ ഈ അൺപ്രഡിക്റ്റബിൾ നേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ ഞാനിടുന്ന പണത്തിന് എന്താവും അറിഞ്ഞൂടാ. പിന്നെയോ നമ്മളിപ്പോൾ ഒരു ഓഹരി വാങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് നമുക്ക് വിൽക്കുക എന്ന് പറഞ്ഞാൽ വിൽക്കാൻ ആളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിൽക്കാൻ പറ്റൂ. അതുപോലെ വാങ്ങാനും നമുക്ക് പറ്റുമെങ്കിൽ ആരെങ്കിലും വിൽക്കണം. പക്ഷെ പലപ്പോഴും ഇത്തരം പെന്നി സ്റ്റോക്കുകൾ വാങ്ങലും വിൽക്കലും അസാധ്യമാണ്. കാരണം നേരത്തെ പറഞ്ഞു, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ഈ വോള്യൂം വളരെ കുറവാണ്, വാങ്ങലും വിൽക്കലും വളരെ കുറവാണ്. അപ്പോൾ ഇതും ഒരു തിരിച്ചടിയാണ്. നമുക്ക് മാർക്കറ്റിൽ പലപ്പോഴും തിരിച്ചടി നൽകുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ. പിന്നെ പമ്പ് ഡംപ് എന്ന് പറയുന്ന ഒരു തിയറി തന്നെയുണ്ട്. പമ്പ് ഡംപ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, പലപ്പോഴും ഈ പെന്നി സ്റ്റോക്കുകളുടെ ടോട്ടൽ എമൗണ്ട് വിപണി മൂല്യം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പോൾ നിനക്ക് വേണമെങ്കിൽ ഒരു 5 ലക്ഷം 10 ലക്ഷം ഉപയോഗിച്ചിട്ട് അതിൽ എന്ത് ചെയ്യാൻ പറ്റും, പണം ഇറക്കിയിട്ട് മിണ്ടാണ്ടിരുന്നാൽ മതി. അതെങ്ങനെ നടക്കുന്നത്, ഒരു ഓഹരി 5 രൂപയുണ്ട്, നീ കുറച്ചധികം പണം അതിലിടുമ്പോൾ അതിന് മൂല്യം കൂടിയിട്ട് അത് 6 രൂപയായെന്ന് കരുതിക്കും. അപ്പോൾ സാധാരണപ്പെട്ട കുറേ നിക്ഷേപകന് എന്ത് തോന്നും, ഇത് മുന്നോട്ടാണ് പോകുന്നത്, അവൻ എന്ത് ചെയ്യും, 6 രൂപയ്ക്ക് അത് വാങ്ങും. അപ്പോൾ ഇവനെന്ത് ചെയ്യും, അത് 6 രൂപയാകുമ്പോൾ ഇവനൊന്നും അറിയാത്തവരെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോരും. അപ്പോൾ ഇവൻ്റെ കയ്യിൽ ചിലപ്പോൾ 1 ലക്ഷം ഓഹരി കാണും, അല്ലെങ്കിൽ ഒരു 10 ലക്ഷം ഓഹരി കാണും. ഇവൻ ഈ 50 പൈസ ഡിഫറൻസ് കിട്ടിയാൽ 10 ലക്ഷത്തിൻ്റെ 5 ലക്ഷം ഇങ്ങോട്ട് പോകുന്നില്ലേ. അവിടെ പമ്പ് ചെയ്തിട്ട് മിണ്ടാതിരുന്നാൽ തന്നെ അവന് ചിലപ്പോൾ എന്ത് കിട്ടും, നല്ല ലാഭം കിട്ടും. പിന്നെ വേറൊരു മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും വൻതോതിൽ പ്രചാരണം കൊടുക്കും. നിങ്ങൾ ഈ ഓഹരി വാങ്ങൂ, ഇന്ന് ഇത്ര 10 രൂപയിൽ ഈ ഓഹരി വാങ്ങിക്കഴിഞ്ഞാൽ നാളെ 10,000 രൂപയാവും, നിങ്ങൾ കോടീശ്വരനാവും എന്ന് പറഞ്ഞിട്ട് ഇവർ വാങ്ങുന്നു. ഇവരെന്ത് ചെയ്യും, ഈ 10,000 രൂപയുടെ ഓഹരി ഇവർ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ടാവും എന്നറിയോ, ഒരു 1 ലക്ഷമോ 2 ലക്ഷമോ അവർ വാങ്ങി വെച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ട്രെൻഡ് നമ്മൾ വളരെയധികം പ്രചാരം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യക്തമായ അറിവോ ഒന്നുമില്ലാതെ ആളുകൾ എന്ത് ചോദിച്ചാൽ കൂട്ടത്തോടെ ഒന്നിലും നിക്ഷേപിക്കും. അപ്പോൾ ഈ 10 രൂപ പോയിട്ട് എന്തായിട്ട് മാറിയിട്ടുണ്ടാവും, 15 ആവും. ഇവൻ കൂളായിട്ട് അവൻ്റെ 5 രൂപ പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങി പോരുന്നതോടുകൂടി ഇവന് ഭീകരമായ ലാഭം കിട്ടി. അപ്പം സോഷ്യൽ മീഡിയ പോലുള്ള മാർഗ്ഗങ്ങളിൽ, ടെലിഗ്രാം പോലുള്ള, വാട്സാപ്പ് പോലുള്ള സംവിധാനങ്ങളിലൂടെ ഒരു തെറ്റായ അല്ലെങ്കിൽ അവൻ പ്ലാൻ ചെയ്ത ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് ഇത്തരം പെന്നി സ്റ്റോക്കുകളിൽ പ്ലേ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ആരാ പെട്ടുപോവുക, 10 രൂപയുടെ സാധനം വന്നിട്ട് 12 രൂപയ്ക്കോ 14 രൂപയ്ക്കോ വാങ്ങിയിട്ട് ഇവൻ ആലോചിച്ച് നോക്ക്, 14 രൂപയ്ക്ക് വാങ്ങിയൊരു സാധനം ഒറ്റയടിക്ക് ഇത് പോയിട്ട് 8 രൂപയിലേക്ക് ആയിക്കഴിഞ്ഞാൽ ഇവൻ ഓരോ സ്റ്റോക്കിൽ ഇവന് പോകുന്ന എത്രയാണ്, 6 രൂപയാണ്. ഇവൻ്റെ കയ്യിൽ 10,000 രൂപ ഉണ്ടെങ്കിൽ ഇവന് നഷ്ടപ്പെടുന്ന പൈസ എത്രയാണ്, വലിയൊരു എമൗണ്ടാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ നഷ്ടം എന്ന് പറയുന്നത് ഭീകരമായിട്ട് മാറും. അപ്പോൾ ഇത്തരം സോഷ്യൽ മീഡിയ പ്ലേ കൂടുതലാണ് പെന്നി സ്റ്റോക്കുകളിൽ. വേണ്ടത്ര ഫണ്ടമെൻ്റലായിട്ടും ടെക്നിക്കലായിട്ടും വേണ്ടത്ര സ്ട്രോങ് ആയിരിക്കില്ല ഇത്തരം സ്റ്റോക്കുകളിൽ. അപ്പം കഴിയുന്നതും ഇത്തരം സ്റ്റോക്കുകളിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് നല്ലത്. പെന്നി സ്റ്റോക്കുകളിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് നല്ലത്. കഴിയുന്നതും വിട്ടു നിൽക്കുകയാണ് നല്ലത്. ഓക്കെ, ഇനിയിപ്പം പെന്നി സ്റ്റോക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിക്കും, അല്ലെങ്കിൽ നിക്ഷേപിച്ച് തുടങ്ങാമെന്നൊക്കെ വിചാരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പോയിന്റ്സോ അതെന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഈ പറയുന്ന സാധനത്തിന് നമ്മൾ ഏത് ഓഹരി വാങ്ങുകയാണെങ്കിലും ആ ഓഹരിനെ നമ്മൾ ഫണ്ടമെൻ്റലായിട്ടും ടെക്നിക്കലായിട്ടും അനലൈസ് ചെയ്യണം. അപ്പോൾ റിസർച്ചാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഏത് പെന്നി സ്റ്റോക്ക് വാങ്ങുകയാണെങ്കിലും റിസർച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെയോ നമ്മൾ തീരുമാനിക്കണം, ഒരു സ്പെക്കുലേറ്റീവായിട്ട് നമുക്ക് ഷോർട്ട് ടൈമിൽ ഗെയിൻ ചെയ്യാനാണോ നമ്മൾ ഈ ഓഹരി വാങ്ങുന്നത്, അല്ലെങ്കിൽ ലോങ് ടൈമിലാണോ നമ്മൾ ഈ ഓഹരി വാങ്ങുന്നത്. ഈ രണ്ടും നമ്മൾ ആലോചിച്ച് വേണം ഒരു പെന്നി സ്റ്റോക്ക് ഏതെങ്കിലും ഒന്ന് പിക്ക് ചെയ്യാൻ. നമ്മളിപ്പം വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ, ഈ ഫണ്ടമെൻ്റൽ റിസർച്ച് നോക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കണം, റവന്യൂ ഗ്രോത്ത് പാറ്റേൺ നോക്കണം, കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി നോക്കണം, കമ്പനിയുടെ ഡെറ്റ് നോക്കണം, കമ്പനിയുടെ ആ കമ്പനി നിൽക്കുന്ന ഇൻഡസ്ട്രിയുടെ ട്രെൻഡ് നോക്കണം. ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് കാര്യങ്ങൾ പരിഗണിച്ച് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഒരു തീരുമാനത്തിലെത്താൻ പറ്റുള്ളൂ. കൂടാതെ ലിക്വിഡിറ്റി നോക്കണം. നേരത്തെ പറഞ്ഞു, നമ്മൾ വിൽക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ വാങ്ങാൻ ആൾ വേണ്ടേ. അപ്പോൾ വിൽക്കാനും വാങ്ങാനും അതിൻ്റെ ആ ഒരു ഇതെങ്ങനെയുണ്ട്, കണക്ക് എങ്ങനെയുണ്ട് നമ്മൾ നോക്കണം. ആ ലിക്വിഡിറ്റി നമ്മൾ നോക്കണം. അതേപോലെ തന്നെ നമ്മൾ കഴിയുന്നതും ഈ 2 രൂപ 5 രൂപ വരെയുള്ള ഓഹരികളൊന്നും വാങ്ങാതിരിക്കുക നല്ലത്. ഒരു 10-20 ഓഹരികളൊക്കെ നമ്മൾ പ്രിഫർ ചെയ്യുന്നതാണ് നല്ലത്. ഈ പെന്നി സ്റ്റോക്ക് വാങ്ങണം എന്ന് നിർബന്ധമാണെങ്കിൽ. ഞാനെപ്പോഴും പറയുന്നത്, നല്ല സ്റ്റോക്കുകൾ, ഫണ്ടമെൻ്റലിയും ടെക്നിക്കലിയും സ്ട്രോങ് ആയ നല്ല സ്റ്റോക്കുകൾ നിക്ഷേപിക്കുന്നതാണ് നല്ലത്. നമ്മളെന്തിനാണ് ഇത്തരം ഭാഗ്യപരീക്ഷണത്തിന് പോകുന്നത്? എന്നാൽ ഭാഗ്യപരീക്ഷണത്തിന് പോയിട്ട് ലോട്ടറി അടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് അതിൻ്റെ പിറകിൽ പോകേണ്ട കാര്യമുണ്ടോ എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ നല്ല സ്റ്റോക്കുകളാണെങ്കിൽ നമ്മുടെ പണം ഒരു പരിധി വരെ എന്താണ്, പ്രൊട്ടക്റ്റഡ് ആണ്. എല്ലാം മാർക്കറ്റ് റിസ്കിന് വിധേയമാണ്. പക്ഷേ പെന്നി സ്റ്റോക്കുകളാണെങ്കിൽ നമ്മൾ കുറേയും കൂടി വലിയ റിസ്ക്കാണ് എടുക്കുന്നത്.
അറിവില്ലായ്മ ചൂഷണം ചെയ്തിട്ടാണ് പലപ്പോഴും പല സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും യൂട്യൂബ് ചാനലുകളും നമ്മളെ കൊണ്ട് നിർബന്ധിതമാക്കുകയാണ്. ഈ പുതിയ കടന്നു വരുന്ന ആളുകളെ നിർബന്ധിച്ച് എന്ന് പറയുന്ന ഒരു രീതിയിൽ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാൻ വേണ്ടി ഈ രീതിയിലുള്ള ചെറിയ ചെറിയ എന്താ പറയുക മോഹന വാഗ്ദാനങ്ങൾ നൽകിയിട്ട് കൊണ്ടുവരിക ചെയ്യുന്നത്. ഇത് പലപ്പോഴും അവരൊക്കെ മാർക്കറ്റ് മടുത്ത് തിരിച്ചു പോകാനോ അല്ലെങ്കിൽ മാർക്കറ്റിനെ പഴിച്ച് ഈ ഓഹരി വിപണി എന്ന് പറയുന്ന ഒരു ട്രാപ്പാണ്, ചൂതാട്ടമാണ്, ഊഹാപോഹമാണ്, കള്ളക്കളിയാണെന്നൊക്കെ പറഞ്ഞ് പോകാനൊക്കെയാണ് സാധ്യതയുള്ളത്. വാസ്തവത്തിൽ അവർ പറ്റിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കഴിയുന്നതും പെന്നി സ്റ്റോക്കിൽ നിന്ന് മാറി നിൽക്കുക. ഇനി ഒരു പെന്നി സ്റ്റോക്ക് വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വളരെയധികം പഠിച്ചതിന് ശേഷം അത് വാങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ എന്തായാലും പറഞ്ഞു വരുന്നത് നല്ല പെനി സ്റ്റോക്കുകളുണ്ട്. അത് വളരെ ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധാപൂർവം അല്ലെങ്കിൽ നമുക്ക് ഒരു ഗൈഡ് ലൈൻ ഒക്കെ എടുത്തതിന് ശേഷം മാത്രം പെനി സ്റ്റോക്കിലേക്ക് ഇറങ്ങുക എന്നുള്ളൊരു വലിയൊരു പോയിൻ്റാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് മനസ്സിലാവാൻ സാധിച്ചത്. കാരണം ഇപ്പോൾ ഒരു ഉദാഹരണ സഹിതം പറയുകയാണെങ്കിൽ ലോട്ടറി ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് പറയാം നമുക്ക് ആ ലോട്ടറിയിൽ നിന്നും ക്യാഷ് കിട്ടും എന്നുള്ളത് നമുക്ക് അത്രയും ഷുവറായിട്ടുള്ള സംഭവമല്ല. പക്ഷേ ലോട്ടറി എടുക്കുന്നവരുമുണ്ട്. സോ ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ പെനി സ്റ്റോക്ക്. നമുക്ക് പെനി സ്റ്റോക്കിൽ നിന്ന് ലാഭം കിട്ടും എന്ന് നമുക്ക് ഷുവറായിട്ട് നമുക്ക് പറയാനൊന്നും പറ്റില്ല. പക്ഷേ നല്ല രീതിയിൽ പെനി സ്റ്റോക്കുകളെ കണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി മാത്രം അതിൽ നിക്ഷേപിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഒരു നേട്ടം നമുക്ക് അതിൽ നിന്നും കിട്ടാൻ സാധിക്കുള്ളൂ. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിച്ച് മാത്രം പെനി സ്റ്റോക്കിലേക്ക് നിക്ഷേപം നടത്തുന്നതായിരിക്കും നന്നാവുക.